തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഒരു മണിവരെ 44.64% പോളിംഗ് രേഖപ്പെടുത്തി. വടക്കൻ കേരളത്തിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് വോട്ടെടുപ്പ്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി ആകെ 38,994 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ചില രാഷ്ട്രീയ പരാമർശങ്ങൾ, രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾ കൂടി നടന്ന ഒരു ദിവസമാണെന്ന്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും രാവിലെ നേതാക്കൾ സംസാരിക്കാറുണ്ട്, വിവിധ വിഷയങ്ങൾ പരസ്പരം ആ വിഷയങ്ങളിൽ പോരടിക്കാറുണ്ട്. സമാനമായി തന്നെ ഇന്നും നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യം KPCC അധ്യക്ഷൻ തുടങ്ങിവെച്ച വാക്പോര് പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു. അതിനുശേഷം VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തരത്തിൽ ചിത്രീകരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയമായ പരാമർശങ്ങൾ വളരെ പ്രധാനമായും സംഭവിച്ച ഒരു ദിവസം കൂടിയാണെന്ന്. MS അനീഷ് കുമാർ കോഴിക്കോട്ട് നിന്ന്, KV ബൈജു കാസർഗോഡ് നിന്ന്, ജിഷാദ് മലപ്പുറത്ത് നിന്ന്, രജീഷ് കുളങ്ങര പയ്യന്നൂരിൽ നിന്ന്, ആസാദ് താമരശ്ശേരിയിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് ജയരാജ്, ഒപ്പം CV അനുമോദ് പാലക്കാട്, മലപ്പുറം വിവരങ്ങളുമായി ചേരും. ആദ്യം MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഏതാണ്ട് വലിയ പോളിംഗ് രാവിലെ മുതലുണ്ട്. ഇപ്പോഴും സമാനമായ സ്ഥിതി പോളിംഗ് ബൂത്തുകളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ തവണത്തെയൊക്കെ പോലെ തന്നെ പ്രതീക്ഷിച്ച ഒരു പോളിംഗ്, വോട്ടർമാരുടെ ഒരു വരവ് ഈ ബൂത്തുകളിലേക്കുണ്ടോ? തീർച്ചയായും ഈ പോളിംഗിൽ വലിയൊരു കുതിച്ചുകയറ്റം ഉണ്ടാവുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി ലഭിച്ച കണക്കുകൾ അനുസരിച്ച് 45.36 ഇതുവരെ നടന്ന പോളിംഗ്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 50% അടുത്ത് ആ പോളിംഗ് ഉച്ചയായപ്പോൾ തന്നെ, ഏതാണ്ട് 1 മണിയായപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ പലയിടങ്ങളിലും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാൻ കഴിയുന്നു. നമ്മളിപ്പോൾ എടക്കാട് ഡിവിഷനിലുള്ള ഒരു ബൂത്തിലാണ്, പുതിയങ്ങാടിയിലെ ബൂത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ രണ്ട് വശത്തും, അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിഭാഗങ്ങളിൽ വലിയ ഒരു നിര തന്നെ ആളുകൾ വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നത് കാണാൻ കഴിയും. ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഒപ്പം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലുമൊക്കെ ഏതാണ്ട് മികച്ച രീതിയിലുള്ള പോളിംഗ് തന്നെയുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ പലയിടങ്ങളിലും 50% അധികം വോട്ടുകൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ കോവിഡ് അടക്കം നിലനിന്ന സാഹചര്യത്തിലും ഏതാണ്ട് 79% പോളിംഗ് ആയിരുന്നു കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ഏതാണ്ട് അതിലേക്ക് തന്നെ നടന്നു നീങ്ങുന്ന തരത്തിലാണ് നിലവിലത്തെ ഒരു പ്രവണതകൾ. അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 50% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഉച്ചതിരിഞ്ഞും ഇതേ രീതിയിൽ തന്നെ ആളുകളിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഏതാണ്ട് 1 മണി മുതൽ 4 മണി വരെയൊക്കെയാണ് പോളിംഗിൽ ഒരു മന്ദഗതിയിൽ നീങ്ങുന്ന സമയം. പക്ഷേ അതിനുശേഷം വീണ്ടും കുതിച്ചു പായുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് കാലാവസ്ഥ പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഉച്ചതിരിഞ്ഞ് പോളിംഗ് ശതമാനം ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. ഒരു വലിയ കുറവ് ഈ തെക്കൻ കേരളത്തിലെ അപേക്ഷിച്ച് അത്ര മാത്രം ഒരു കുറവ് വരില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കുറെ നേരം ആയോ ഇവിടെ? ഇല്ല, ഒരു 20 മിനിറ്റ് അത്രയായിട്ടുള്ളൂ. രാവിലെ വന്നില്ല, ഉച്ചയ്ക്ക് വരാൻ? ഉച്ചയ്ക്ക് വന്ന ഇവിടെ ഇപ്പൊ അത്യാവശ്യം ഭേദപ്പെട്ട തിരക്കുണ്ട് അല്ലേ? അത്യാവശ്യം ഉണ്ട് കുറച്ച്. അതാണ് 10-15 മിനിറ്റായി വന്ന്, എന്നിട്ടും അദ്ദേഹം ക്യൂവിൽ നിൽക്കുകയാണ്. ഇനിയും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാലാവും വോട്ട് ചെയ്ത് മടങ്ങാൻ പറ്റുക. ഒപ്പം തന്നെ പ്രായമായ അമ്മമാരൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അവർക്ക് പ്രത്യേകം ഇരിപ്പിടം ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. എങ്ങനെ എല്ലാ സമയത്തും ഇതുപോലൊക്കെ ഉച്ചയാകുമ്പോഴാണ് വോട്ട് ചെയ്യാൻ വരിക അതോ? അതെ, ചിലപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ടാണ് വരികയെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുള്ളൂ. ഞങ്ങൾക്ക് ഓട്ടോ ഡ്രൈവർമാർ ഞങ്ങളവിടെ കൊണ്ടുപോയി വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇതിൽ സ്മൂത്തായിട്ട് വരാം അങ്ങോട്ടൊക്കെ. അതെ, തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞാൻ വോട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഓ, വിനിയോഗിച്ചു ചെയ്തു കഴിഞ്ഞു. നഷ്ടപ്പെടുത്താറില്ല എന്തായാലും. അതാണ്, അമ്മമാരൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഞാൻ ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്യാനിരിക്കുന്നതാണ്. നമ്മൾ സീനിയേഴ്സ് ആയതുകൊണ്ട് ഇവിടെ ഇരുത്തിയതാണ്. അത്യാവശ്യം തിരക്കുണ്ട് അല്ലേ? അത്യാവശ്യമുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല, വലിയ കുഴപ്പമില്ല, ചെയ്തു പോവാം. അതാണ് രഞ്ജിത്തെ, ആളുകൾ കാത്തിരിക്കുന്നവരുണ്ട്, വോട്ട് കഴിഞ്ഞവരുണ്ട്. ഈ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായി ക്യൂ നിൽക്കുന്നവരെയും കാണാം. എന്തായാലും ഒരു മികച്ച പോളിംഗ് ശതമാനത്തിലേക്കാണ്. അതായത് മിക്ക ബൂത്തുകളിലും ഇത്തരത്തിൽ കാര്യമായ ഒരു തിരക്ക് കാണാം. അനീഷ്, ഇപ്പോൾ 44.64
ഈ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ ഒട്ടാകെ പോളിംഗ് നിലവാരം 45-ന് മുകളിൽ ഇതിനകം കോഴിക്കോടടക്കം രേഖപ്പെടുത്തി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് തെക്കൻ ജില്ലകളിലെ പോളിംഗിനേക്കാൾ കുറച്ചുകൂടി ഭേദപ്പെട്ട പോളിംഗ് വടക്കൻ ജില്ലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. കടുത്ത രാഷ്ട്രീയ മത്സരം നടക്കുന്ന ജില്ലകൾ ഉള്ളതുകൊണ്ട് കൂടിയാകാം അത്. തീർച്ചയായും സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയമായ പോരാട്ടം ഏറെയുള്ള ഇടങ്ങളാണ് മലബാറിലെ പല ജില്ലകളും, പ്രത്യേകിച്ചും കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം പോലെയുള്ള ജില്ലകളിലൊക്കെ വലിയൊരു ആവേശം പ്രകടമാവുന്ന ഒരു ജില്ലയാണ്. നമുക്കിപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ വടകരയിൽ ഈ വ്യക്തിപരമായ പോരാട്ടങ്ങൾക്കപ്പുറം രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ഏറെ പേരുകെട്ട ഇടമാണ്. അവിടെ ഇതിനകം തന്നെ 49.96% പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. പേരാമ്പ്ര, ബാലുശ്ശേരി, ചേളന്നൂർ, കൊടുവള്ളി എന്നിവിടങ്ങളിലൊക്കെ ഏതാണ്ട് 47-48% വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് 1 മണിയുടെ കണക്ക് കൂടി എത്തുമ്പോൾ ഏതാണ്ട് 50% പിന്നിട്ട് അത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തീരെ കുറഞ്ഞ ഒരു പോളിംഗിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ താഴ്ന്ന ഒരു പോളിംഗിലേക്ക് പോകാനുള്ള ഒരു പ്രവണത ഈ ഘട്ടത്തിൽ പ്രകടമല്ല. എങ്കിലും ഇനിയും കണക്കുകൾ ഇനിയും അവസാന ഘട്ടത്തിലേക്ക് വരണം. ഈ ഇപ്പോഴത്തെ ഒരു വേഗത ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടോ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. എന്തായാലും നഗരപ്രദേശങ്ങളിലും തീര മേഖലകളിലും ഒപ്പം മലയോര മേഖലകളിലും ഒരേ രീതിയിലുള്ളൊരു ട്രെൻഡാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ഈ ഉച്ചവെയിലെത്തും. കാലാവസ്ഥ പൊതുവെ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ്. പക്ഷേ വെയിലിൻ്റെ ചൂടുണ്ട്. ആ ആധിക്യത്തിൽ പോലും ഒരുപാട് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് കണ്ണൂരിലേക്കും കാസർഗോട്ടേക്കും ഒന്ന് പോകണം. KV ബൈജു അവിടെയുണ്ട്. ബൈജു, കണ്ണൂരിൽ ഇതുവരെ രേഖപ്പെടുത്തിയതനുസരിച്ച് പോളിംഗ് ശതമാനം കുറവാണ് താരതമ്യേന. 37% ആയിട്ടുള്ളത്. കാസർഗോഡ് 42 കടന്നിട്ടുണ്ട്. ഔദ്യോഗികമായ കണക്ക് വരുമ്പോൾ ഒരുപക്ഷെ 40-ന് മുകളിൽ കണ്ണൂരും 45-ന് മുകളിൽ കാസർഗോഡുമൊക്കെ ആയി കാണണം. ഈ പ്രചരണ സമയത്തെ ഒരു ആവേശം പോളിംഗിൽ ഇല്ല കണ്ണൂർ പോലുള്ള ജില്ലകളിലെന്ന് മനസ്സിലാക്കണോ? തീർച്ചയായും രഞ്ജിത്തെ, 7 ജില്ലകൾ നമ്മൾ നോക്കിയാൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാസർഗോഡും കണ്ണൂരും തന്നെയാണ്. ഏറ്റവും പ്രധാനം വലിയ തോതിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായ ഒരു ദിവസമാണ്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ പരാമർശം തന്നെയാണ് വലിയ ചൂടുള്ള ചർച്ചയായി മാറിയിട്ടുള്ളത്. അതായത് സ്ത്രീലമ്പടന്മാർ, ലൈംഗിക കുറ്റവാളികൾ, ക്രിമിനലുകൾ, ഇങ്ങനെ 3 വാക്കുകൾ വളരെ വലിയ തോതിലുള്ള വിമർശനമാണ് കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് ഏതായാലും വലിയ ചർച്ചയായി തുടർ വാക്കുകൾ വന്നു. സുധാകരന്റെ വന്നു. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വീണ്ടും ഇതിനെ മറികടക്കുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അത്തരത്തിൽ വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി കണ്ണൂരിൽ നിന്നും ഉണ്ടായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് സർക്കാരിനെതിരെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രി അതിരൂക്ഷമായി ഇന്ന് സംസാരിച്ചു എന്നതിനാണ് ഏറ്റവും പ്രധാനം. ഈ കേസിൽ തന്നെ ഈ സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ ഈ ന്യായീകരിച്ച്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് സംസാരിച്ചതിനെയും മുഖ്യമന്ത്രി അതിരൂക്ഷമായി വിമർശിക്കുന്നു. അതോടൊപ്പം ഇത്തരം ഒരുപാട് ക്രിമിനലുകൾ, ലൈംഗിക ക്രിമിനലുകൾ CPM, UDF-നകത്തു, കോൺഗ്രസിനകത്ത് പ്രധാനമായും ഉണ്ട് എന്ന തരത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ പരാമർശം വരുന്നു. നേരത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേരത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചെങ്കിലും ഇത്ര രൂക്ഷമായ ഒരു വിമർശനം ഉണ്ടായിരുന്നില്ല. ശബരിമല ഉള്ള വിഷയമല്ലാതെ UDF-നെ സംബന്ധിച്ചിടത്തോളം മറ്റു വിഷയങ്ങളില്ല എന്ന തരത്തിലൊക്കെ പ്രസ്താവന വരുന്നുണ്ടായിരുന്നു. ഇതിനെ പിന്താങ്ങിക്കൊണ്ട് തന്നെയായിരുന്നു MB ഗോവിന്ദൻ മാസ്റ്ററുടെയും പ്രസ്താവന വന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗിലേക്ക് വന്നാൽ രാവിലെ മുതൽ നീണ്ട നിര തന്നെയാണ് കാണാൻ സാധിച്ചത്. നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാം ഒരുപാട് സ്ത്രീകൾ തന്നെയാണ് ഇപ്പോഴും പോളിംഗിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ കാണുന്ന കാഴ്ച അതാണ്. ഇത് കാസർഗോഡ് ഇക്ബാൽ സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബൂത്തിലെ കാഴ്ചയാണ്. ഇത്തരത്തിൽ സ്ത്രീകളുടെ നീണ്ട നിര നമുക്ക് രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ സാധിച്ചു. ഇപ്പോഴും പോളിംഗ് ശതമാനം കുറവാണെങ്കിലും 45% അടുത്തിരിക്കുന്നതാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. 42 ഔദ്യോഗികമായി വന്ന കണക്ക്. പക്ഷേ 45% ആയിരിക്കുന്നു എന്ന ഒരു അനൌദ്യോഗിക കണക്കും വരുന്നുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങൾ അങ്ങനെ വലിയ തോതിലൊന്നും ഉണ്ടായിട്ടില്ല എന്നതും വലിയ ആശ്വാസമാണ്. അത്രത്തോളം പോലീസ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. ജില്ലാ ഭരണകൂടം ഇതിന് തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ മുൻകൂട്ടി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. 1035 ബൂത്തുകൾ കണ്ണൂരിൽ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അതോടൊപ്പം കാസർഗോഡ് 119 ബൂത്തുകളിലാണ് പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. ഇവിടെയൊക്കെ ക്യാമറ സംവിധാനങ്ങൾ, വീഡിയോഗ്രാഫി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സുഗമമായി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. രാവിലെ ഈ കാസർഗോഡും കണ്ണൂരും ഒക്കെയാണ് ബൈജു ചില ബൂത്തുകളിൽ മെഷീൻ തകരാറ് മൂലം
വോട്ടെടുപ്പ് അല്പം ഒന്ന് വൈകിയതുമൊക്കെ അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ ഈ കണ്ണൂരിനെ അപേക്ഷിച്ച് കാസർഗോഡ് കുറച്ചുകൂടി ആളുകളുടെ ഒരു വരവുണ്ടല്ലേ? 43 മുകളിലാണ് ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗികമായ ഒരുപക്ഷെ അത് 45-ലേക്കൊക്കെ എത്തിക്കാണും ഇതിനകം തന്നെ. ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ നമുക്കറിയാം 6 മണി വരെ സമയം ബാക്കിയുണ്ട്. തീർച്ചയായും രഞ്ജിത്ത്, ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയുന്ന സാങ്കേതിക പ്രശ്നമുണ്ട്. KV ബൈജുവിലേക്ക് അല്പം സമയത്തിനകം തന്നെ വരാം. ഏതായാലും കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും അടക്കമുള്ള വടക്കൻ ജില്ലകൾ വലിയ ആവേശത്തോടു കൂടി പോളിംഗ് പൂർത്തിയാക്കുന്നുണ്ട്. ബൈജു തുടരാം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം എന്ന് പറയേണ്ടി വരും. പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ നോക്കിയാൽ 44%. കണ്ണൂർ കാസർഗോഡ് ആയാലും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് 2 ജില്ലകളിലും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പോളിംഗ് ശതമാനം വർദ്ധിക്കുക. കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായത് കണ്ണൂർ തന്നെയാണ്. ഈ കണ്ണൂരിലെ പ്രധാനമായും CPM പാർട്ടി കേന്ദ്രങ്ങളിൽ ഗ്രാമങ്ങളിൽ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലാണ് മന്ദഗതിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മൊത്തം പോളിംഗ് ശതമാനത്തിൽ കുറവാണ്. ഇത് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ അത് വർദ്ധിച്ചേക്കാം. ഇനി വരുന്ന സമയങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തിയേക്കാം. എന്തായാലും വാശിയേറിയ മത്സരം നടക്കുന്നു. വലിയ തോതിലുള്ള പ്രചരണം നടന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രചരണ രംഗത്ത് സജീവമാകുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ തോതിലുള്ള വാശിയേറിയ മത്സരം നടക്കുന്ന ജില്ലകൾ തന്നെയാണ് കണ്ണൂരായാലും കാസർഗോഡായാലും. അത് പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനൊക്കെ സൂചിപ്പിച്ചത് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം UDF-ന് വലിയ തോതിലുള്ള അഭിമാന പോരാട്ടമാണ്. ഏത് വിധേനയും കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുക എന്നതിനെയാണ് UDF-ന്റെ ലക്ഷ്യം. അതായത് ആകെയുള്ള ഒരു 6 കോർപ്പറേഷനുകളിൽ ആകെയുള്ളൊരു കോർപ്പറേഷനാണ് കണ്ണൂരേത്. അത് കൈവിടാൻ UDF ഒരുക്കമല്ല. പക്ഷേ LDF ആകട്ടെ അത് പിടിച്ചെടുക്കും. ഇത്തവണ ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുമെന്ന രീതിയിലൊക്കെ ഉള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. എന്നാലും ജില്ലാ പഞ്ചായത്തിലും സ്ഥിതി വിഭിന്നമല്ല. PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞ ആ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിലും മത്സരം പ്രധാനം തന്നെയാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലാണ് ഏറ്റവും പ്രധാനമായ മത്സരം നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയാം. ഒരു സീറ്റിനെ മാത്രം സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഭരണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണം അത് നിലനിർത്തുക UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അതേസമയം LDF ഇത്തവണ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കും. അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. ഏതായാലും വലിയ തോതിലുള്ള വാശിയേറിയ പ്രചരണം. അതിനൊടുവിൽ വോട്ടർമാർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന ഒരു കണക്കുകൂട്ടലാണ് മുന്നണികളുള്ളത്.